ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും ദരിദ്ര വിഭാഗത്തെ മറന്ന് കോർപ്പറേറ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഇടക്കാല ബജറ്റ് ബിജെപി സർക്കാരിന്റെ അമിത ആത്മവിശ്വാസമെന്ന് വിലയിരുത്തൽ. കർഷകരെയും യുവാക്കളെയും പിന്നോക്ക വിഭാഗങ്ങളെയും പൂർണ്ണമായും അവഗണിച്ച ബജറ്റിൽ ജനപ്രിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചില്ല. അയോധ്യ രാമക്ഷേത്രവും മുത്തലാഖും കാശ്മീർ പുനഃസംഘടനയുമെല്ലാം ഭരണ തുടർച്ച നൽകുമെന്ന അമിത പ്രതീക്ഷയാണ് ബജറ്റ് അവതരണത്തിനിടയിലും നരേന്ദ്രമോദി അടക്കമുള്ളവർ പ്രകടിപ്പിച്ചത്. 2019 ഒന്നാം മോദി സർക്കാരിന്റെ അവസാന കാലയളവിൽ പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നിറഞ്ഞതായിരുന്നു. PM കിസാൻ സമ്മാൻ നിധി മുതൽ ആദായ നികുതിയിലെ മാറ്റങ്ങൾ വരെ സാധാരണക്കാർക്കായി നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി. അസംഘടിത തൊഴിലാളികളെയും ഇടത്തരക്കാരെയും സ്പർശിച്ചുകൊണ്ടുള്ള ബജറ്റ്. എന്നാൽ 2024 ആകുമ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് കോർപ്പറേറ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചതായി മാറി. അയോധ്യ രാമക്ഷേത്രവും കശ്മീർ പുനഃസംഘടനയും മുത്തലാഖും ഉൾപ്പെടെ നടപ്പാക്കിയ RSS അജണ്ടകൾ വോട്ടായി മാറുമെന്ന അമിത ആത്മവിശ്വാസമാണ് ഇടക്കാല ബജറ്റിൽ പ്രതിഫലിച്ചത്. യഥാർത്ഥത്തിൽ രാജ്യം നേരിടുന്ന ഗൗരവതരമായ യാതൊരു പ്രശ്നങ്ങളും ഈ ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല. ഏറ്റവും വിഷമകരമായി തോന്നിയത് ഈ ബജറ്റിൽ ഉടനീളം നോക്കിയാൽ തൊഴിലാളി എന്നൊരു വാക്കില്ല. വികസന സൂചികൾ ഏതെടുത്താലും ഇന്ത്യ പിറകിലാണ്. പിന്നെ എങ്ങനെയാണ് ഈ വികസിത രാജ്യമായി അല്ലെങ്കിൽ വളർച്ച നേടിയെന്നൊക്കെ അവകാശപ്പെടാൻ പറ്റുന്നത്? രാജ്യത്ത് അതിരൂക്ഷമായ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും സാമ്പത്തിക തകർച്ചയും മറികടക്കാനുള്ള ഒരു പ്രഖ്യാപനം പോലും ഇടപിടിച്ചില്ല. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, പട്ടികജാതി പട്ടികവർഗ വികസനം തുടങ്ങി ദരിദ്ര ഇടത്തരം വിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു. പകരം ആത്മീയ ടൂറിസവും സ്വകാര്യവൽക്കരണത്തിലൂടെ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുമെന്ന പ്രഖ്യാപനവും കേന്ദ്ര സർക്കാർ നടത്തി. ചുരുക്കത്തിൽ സർക്കാരിന് ഫണ്ട് വിനിയോഗം നടത്താനുള്ള ഓൺ അക്കൗണ്ടും മോദി സർക്കാരിന്റെ പ്രശംസാപത്രവുമായി മാറുകയായിരുന്നു ഇടക്കാല ബജറ്റ്. കൈരളി ന്യൂസ്, ദില്ലി.